ഇന്നലെ ഈ തദ്ദേശ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ ആക്ടുകളുടെ ഭേദഗതി ബില്ലുകൾ പാസാക്കിയത് സംബന്ധിച്ച് പ്രതിപക്ഷം ഒരു തെറ്റായ ചിത്രം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. അത് മനസ്സിലാക്കാം. പക്ഷേ ഇന്നിപ്പോൾ ചില മാധ്യമങ്ങളും എന്തോ വലിയ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യം സർക്കാർ ചെയ്തു എന്ന നിലയിൽ അവതരിപ്പിക്കുകയുണ്ടായി. അത് തീർത്തും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നലെ സഭയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതാണ്. മാത്രമല്ല, ഈ ഭേദഗതി എന്തുകൊണ്ട് പെട്ടെന്ന് പാസ്സാക്കേണ്ടിയിരുന്നു എന്ന കാര്യം ഇന്ന് ചില പത്രങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട്. സമയം എത്ര പ്രധാനമാണ് എന്നും എത്ര ദീർഘമായ ഒരു പ്രക്രിയയാണ് വാർഡ് വിഭജനത്തിൻ്റേത് എന്നും ശരിയായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പത്രങ്ങൾ. പക്ഷെ ആ പത്രങ്ങൾ പോലും മുഖപ്രസംഗം എഴുതിയത് അതിന് നേരെ വിപരീതമായിട്ടാണ്. അപ്പോൾ അത് കിട്ടുന്നതെല്ലാം സർക്കാരിനെതിരായിട്ടുള്ളൊരു ആയുധമായിട്ട് ഉപയോഗിക്കുക എന്ന സ്ഥിതിയാണ് കാണുന്നത്. ഈ സർക്കാർ ജനാധിപത്യ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു എന്നും അസാധാരണമായ നിലയിൽ ബില്ല് പാസ്സാക്കി എന്നുമാണല്ലോ പറയുന്നത്. ഇന്നലെ സഭയിൽ തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. നിങ്ങളാരും കൊടുക്കാത്തത് കൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതേ ഉള്ളൂ. കൊടുക്കുമെന്ന പ്രതീക്ഷയിലല്ല. പൊതുവിൽ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സഭയിലെ ഭൂരിപക്ഷം ഞങ്ങൾ അംഗീകരിക്കില്ല എന്നൊരു സമീപനമാണ് പല മാധ്യമങ്ങളും സ്വീകരിക്കുന്നത്. സഭയിലെ യഥാർത്ഥ ചിത്രം എന്താണോ അതല്ല മാധ്യമങ്ങൾ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞാലും കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കൊടുത്തില്ലെങ്കിലും ഇത് ആളുകളിൽ എത്തിക്കാൻ മാർഗമുണ്ട്. ഇപ്പം ഞങ്ങളിനി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ആളുകൾ കാണുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടും കൊടുക്കുന്നില്ല എന്നും നിങ്ങൾ വളരെ പക്ഷപാതപരമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും ആളുകൾക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ 87 ഇത് ചർച്ച കൂടാതെ പാസ്സാക്കിയിട്ടുണ്ട്, മുനിസിപ്പൽ ഭേദഗതി ബില്ല്. അത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിനല്ല, കാലാവധി നീട്ടാൻ വേണ്ടിയിട്ടാണ്. കാലാവധി അവസാനിച്ച ഭരണസമിതികളുടെ കാലാവധി നീട്ടാനുള്ള ബില്ല് ചർച്ച കൂടാതെ പാസ്സാക്കിയിട്ടുണ്ട്. കാരണം ആ സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പാസ്സാക്കാനുള്ള വ്യവസ്ഥ, ചട്ടം വേവ് ചെയ്യാനുള്ള വ്യവസ്ഥ ചട്ടങ്ങളിലുണ്ട്. അതുപയോഗിച്ച് ചട്ടപ്രകാരമാണല്ലോ സർക്കാർ ഇത് ചെയ്തത്. ഞാൻ ഇന്നലെ സഭയിൽ പറഞ്ഞതാണ്, പ്രതിപക്ഷ നേതാവ് സീറ്റിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഹെഡ്ഫോൺ വെച്ച് നടപടിക്രമങ്ങൾ ആകെ കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിലും അദ്ദേഹം ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ല. പ്രതിപക്ഷ നേതാവ് ഇതിനോട് വിയോജിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരെങ്കിലും കേൾക്കാതിരിക്കുമോ? അങ്ങനെ പ്രശ്നമേ വരുന്നില്ലല്ലോ. പ്രതിപക്ഷം സഭയിൽ വിയോജിപ്പറിയിച്ചാൽ ബലം പ്രയോഗിച്ച് പാസ്സാക്കേണ്ട ഒരു ആവശ്യം സർക്കാരിനെ സംബന്ധിച്ചില്ല. പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു, പാർലമെന്ററി കാര്യമന്ത്രി എന്നോട് സംസാരിച്ചു, പക്ഷേ ഞാനത് മുഴുവൻ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയില്ല എന്നാണ്. അപ്പോൾ സഭയിലെ പ്രത്യേക സാഹചര്യം കൊണ്ട് ആശയവിനിമയത്തിലുണ്ടായ ഒരു പ്രശ്നമാണ്. സർക്കാരിൻ്റെ ഒരു വാശിയുടെയോ ജനാധിപത്യ വിരുദ്ധതയുടെയോ പ്രശ്നമല്ല. ഇത് വളരെ കൃത്യമായി സഭയിൽ വിശദീകരിച്ചിട്ടും രണ്ട് ഭാഗവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള റൂളിംഗ് സ്പീക്കർ നൽകിയിട്ടും വലിയ ജനാധിപത്യ വിരുദ്ധ നടപടിയായിട്ട് ചിത്രീകരിക്കുന്നത് അങ്ങേയറ്റം പക്ഷപാതപരമാണ്. ആരെക്കുറിച്ചാണ് ഈ ജനാധിപത്യ വിരുദ്ധത ആരോപിക്കുന്നത്? കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത ഗവൺമെന്റിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 6ഉം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വെറും 3 കൊല്ലത്തിനിടയിൽ 7 അടിയന്തര പ്രമേയങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറായ ഒരു ഗവൺമെന്റ് അല്ലേ. 13 അടിയന്തര പ്രമേയങ്ങൾ 8 കൊല്ലത്തിനിടയിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തു. സഭയിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായിട്ടും അതിന് സർക്കാർ തയ്യാറായി. നിങ്ങളെല്ലാവരും നിയമസഭാ നടപടികൾ ഏറെ കാലമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമാണ് അടിയന്തര പ്രമേയം എന്നത്. സാധാരണഗതിയിൽ ഒരു ഗവൺമെൻറ്റും അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ സമ്മതിക്കാറില്ല.